പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്കൊരു ചെറു ചൂടുള്ള വെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കരിഞ്ഞ് പോവാതെ നോക്കണം. 1/2 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് തീ കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് അങ്ങോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഒരു ചെറിയ ചൂട് മതി കേട്ടോ. ആ ഒരു സമയം വരെ മാറ്റി വെക്കാം. വേറൊരു പാനിലേക്ക് നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരിച്ചിട്ടുള്ള മൈദയാണ്. 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നെയ്യോ ഓയിലോ തടവിയൊരു പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കർ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. മൂടി വെച്ച് കുക്കറിൻ്റെ വിസിലും അതിൻ്റെ വാഷറും കൂടി നമുക്ക് ഊരി വെക്കാം. ഒരു 40-45 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ഇതൊരു ടോപ്പിക്ക് വെച്ച് കുത്തി നോക്കാം. നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാരമൽ കേക്ക്. ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ കാരമൽ സിറപ്പ് പഞ്ചസാര ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോവാതെ നോക്കണേ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് രസമാണ് ഉണ്ടാവുക. അപ്പോൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്കൊരു കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ.